ഏ ക്രിസ്മസ് വന്നു, ഏ സ്റ്റാർ വന്നു, നു, 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 നു. ഏ ഉണ്ണി വന്നു, ഏ സ്റ്റാർ വന്നു, നു, നു, നു. എന്താണ് ഉദ്ദേശം? ക്രിസ്മസ് വന്ന് സ്റ്റാർ ഇടണ്ടേ ദേ ദേ. ക്രിസ്മസ് ഒക്കെ വന്നില്ലേ, സ്റ്റാറും ലൈറ്റ് ഒക്കെ ഇട്ട് നമുക്ക് പൊളിക്കണ്ടേ ഇപ്രാവശ്യം. തമാശ കളിക്കല്ലേട്ടാ. തനിക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്ഫോമർ പിടിച്ച് സത്യം ചെയ്യിപ്പിച്ചത്? താനിവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ട് ട്രാൻസ്ഫോമറാണ് കത്തിപ്പോയത്. നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇതിന്റെ ഒറ്റം കണ്ടുപിടിക്കാതെ മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അവള് ഓർമ്മയുണ്ടല്ല, കഴിഞ്ഞ ഈ ഏരിയയിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. ക്രിസ്മസിന്റെ അന്ന് കർത്തവാവ് പോലെയായിരുന്നു. അതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ ചെയ്യണത്. ഇനി അഥവാ എന്തെങ്കിലും കത്തിപ്പോയാലും ശരിയാക്കാൻ സമയമുണ്ടല്ലോ. ഓ, തന്റെ കോൺഫിഡൻസ് എന്നാലും സമ്മതിക്കണോട്ടാ. ഇനി നീ ഒരുപാട് ഇട്ടങ്ങോട്ട് കളിയാക്കല്ലേ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവണത് എന്തുകൊണ്ടാണെന്നും അത് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവണത് എന്തുകൊണ്ടാണെന്നും ഇമ്പോസിഷൻ എഴുതി പഠിച്ച് പാസ്സായ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറോടാണ് നീ സംസാരിക്കണത്. പിന്നെ ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റും. വലിയ എഞ്ചിനീയർ അല്ലേ, എന്നൊരു ചോദ്യം ചോദിക്കാം. എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവണത്? കറണ്ട് ഉണ്ടാവണതല്ലല്ലോ, കറണ്ട് ഉണ്ടാക്കണതല്ലേ. എന്നാ പറ, ഉണ്ടാക്കണത് എങ്ങനെയാണ്? ഒരു അണക്കെട്ട്, അതിൽ വെള്ളം നിറക്കുക, അതിലേക്ക് കുറച്ച് ഇലക്ട്രോൺ, കുറച്ച് ന്യൂട്രോൺ, കുറച്ച് പ്രോട്ടോൺ, അതെല്ലാം കൂടി കൂട്ടി ഇളക്കി പാകമായി കഴിയുമ്പോ എടുത്ത് ഇറക്കി വെക്കാം. ഇതാണ് ഇലക്ട്രിക് രസായനം. താനക്ക് ഇമ്പോസിഷൻ എഴുതിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എടാ, അതൊക്കെ അവിടെ എടുത്ത് വെക്ക്. ഏതെങ്കിലും നല്ല ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എടി, ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ എന്തുണ്ടായതാണ്? ഈ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും സ്റ്റാർ ഇട്ട് കൊടുത്തിരുന്നത് ആരാണ്? ഞാനാണ്. ഓരോ വീട്ടിൽ 2 ദിവസമൊക്കെ എടുത്താണ് സ്റ്റാർ ഇട്ടിരുന്നത്. അപ്പൊ അവർക്കൊക്കെ ആർക്കും ഇപ്പൊ എന്നെ വേണ്ട. അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുന്നത്. സ്റ്റാർ ഇടാനായിട്ട് എന്തിനാണ് 2 ദിവസം? അത് പിന്നെ സ്റ്റാർ വാങ്ങാൻ പോണം, ബൾബ് വാങ്ങാൻ പോണം, അത് ഇടണം. അപ്പൊ ഫ്യൂസ് പോവും, ഫ്യൂസ് കെട്ടണം, പിന്നെയും സ്റ്റാർ ഇടണം, പിന്നെയും ഫ്യൂസ് പോവും, പിന്നെയും കെട്ടണം, ഇടണം, കെട്ടണം, ഇടണം. അങ്ങനെ വരുമ്പോൾ 2 ദിവസം പിടിക്കും, പക്ഷെ നല്ല കറക്റ്റാക്കും. ഓ, അപ്പൊ ഈ ഫ്യൂസ് പോണതും ട്രാൻസ്ഫോമർ പോണതും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല, ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? പിന്നെ ഫ്യൂസ് കണ്ടുപിടിച്ചേക്കണത് എന്തിനാണ്? കത്താനും പിന്നെ കെട്ടാനും പിന്നെയും കത്താനും കെട്ടാനൊക്കെ വേണ്ടിയാണ്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാർ കത്തുമ്പോൾ മറ്റേത് കെടും, മറ്റേത് കത്തുമ്പോൾ ഇപ്പുറത്തെ കെടും. കെടാൻ വേണ്ടി താൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇവിടെ ഒരു സ്റ്റാർ ഇട്ടാൽ മതി, ഈ ഏരിയയിലുള്ളത് മുഴുവനും കിട്ടുള്ളൂ. കിട്ടി, അറ്റം കിട്ടി. നിങ്ങളുടെ വന്നിട്ടേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 3 തൊട്ടേ. ഇതല്ലേ നീ തൊട്ടത്? അപ്പൊ ഇത് മറ്റേ ഓക്കെ. ഏതിങ്ങനെ കൊടുക്കേണ്ട അവസാനം. ഇനി എന്തെങ്കിലും കത്തിപ്പോകുമ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. എല്ലാവരും ഞാൻ തന്നെയാണ് പറയാറേ. അവസാനം എന്റെ തലയിലാവും. ഞാനും തൊട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. താൻ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഇവിടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ കത്തിപ്പോ. വരാനുള്ളത് വഴി തങ്ങൂല. ഒരു ഉണ്ണി വന്നു, യേശു വന്നു, ക്രിസ്മസ് വന്നു, പുൽക്കൂൾ വന്നു.